എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാനഡയിലുള്ള ആളാണെങ്കിലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്ന ആളാണെങ്കിലും കാനഡയിൽ 2024 ടോപ്പ് 50 നിൽക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്, അതിൻ്റെ സാലറി എന്തൊക്കെയാണെന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. റാൻഡ്സ്റ്റാഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിൽ നിന്നാണ് ഈ ഒരു കാര്യങ്ങൾ എടുത്തത്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽസുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമതായിട്ട് ആ ഒരു പട്ടികയിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന 2024 ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ സാലറി എന്ന് പറഞ്ഞാൽ $35,000 to $66,000 ആണ് വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പല പല ഫീൽഡുകളിൽ കാണാൻ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ജോബ് പൊസിഷൻ്റെ അണ്ടറിൽ വരുന്നുണ്ടല്ലോ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ഇത് രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ സെയിൽസ് അസോസിയേറ്റ് ആണ്. അതായത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യം, അതായത് നല്ല ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇതിൻ്റെ സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ $46,000 to $84,000 ആണ്. അതായത് ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്ന കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ഇവിടെ ഇനി വരാൻ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരാണ്, പഠിത്തം കഴിഞ്ഞ ആൾക്കാരാണ്. ഈ ഒരു ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതായത് ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായിട്ട് വരുന്നത് പറഞ്ഞാൽ സ്കെഡ്യൂളറാണ്. അതിൻ്റെ സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ $35,000 to $83,000 ആണ് വരുന്നത്. അത് ഫുള്ള് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഒരു കമ്പനിയിലെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് എൻവറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെയാണ് സ്കെഡ്യൂളറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പം നിങ്ങൾ ഈ റാൻഡ്സ്റ്റാഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നാലാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR ബിസിനസ് പാർട്ട്ണറാണ് വരുന്നത്. അതിൻ്റെ സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ $75,000 to $156,000 ആണ് വരുന്നത്. അപ്പോൾ HR എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതായത് ഒരു കമ്പനിയുടെ അണ്ടറിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക HR-ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. അഞ്ചാമത് വരുന്നത് പറഞ്ഞാൽ ലോജിസ്റ്റിക് കോർഡിനേറ്റർ ആണ്. അതായത് ഒരുപാട് വേക്കൻസീസ് ഉള്ളതാണ് ലോജിസ്റ്റിക് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ ഇവിടെ സപ്ലൈ ചെയിനൊക്കെ എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ലോജിസ്റ്റിക് ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ $62,000 to $122,000 ആണ് വരുന്നത്. ലോജിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് അതൊരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട്, പിന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് പല കൺട്രീസായിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ള ലോജിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലോജിസ്റ്റിക് കോർഡിനേറ്ററിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി ആറാമത് വരുന്നത് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഒരുപാട് വേക്കൻസീസ് ഉള്ളൊരു ഫീൽഡാണ് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്. ഒരുപാട് കമ്പനീസ്, അതായത് കസ്റ്റമേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ സെയിൽസ് വരുന്നുണ്ട്. അതായത് ഒരു കമ്പനിയുടെ പ്രോഡക്ട്സ് സെയിൽ ചെയ്യണമെങ്കിൽ അതിന് സെപ്പറേറ്റ് വരുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ ഒരു കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ അണ്ടറിൽ വരുന്നത്. സാലറി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $43,000 to $74,000 ആണ് വരുന്നത്. ഇനി അടുത്തത് നല്ല മാർക്കറ്റിംഗ് മാനേജർ ആണ് 7th പൊസിഷനിൽ വരുന്നത്. അതായത് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ഫീൽഡ്, അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക, അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വരുന്നത്. സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ $62,000 to $122,000 ആണ് വരുന്നത്. ആ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. അതായത് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന ഒരുപാട് ഫീൽഡിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. 2024 മെയിനായിട്ട് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ $66,000 to $131,000 ആണ്. എഞ്ചിനീയറിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഇത് ഷിപ്പിംഗ് ഫീൽഡാണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ പെട്രോളിയം ഫീൽഡാണെങ്കിലും പല പ്രൊവിൻസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോബ് ഓപ്പർച്യൂണിറ്റി നല്ല കൂടുതലാണ്. ഇവിടെ ഓരോ പ്രൊവിൻസിലും പല പല ഫീൽഡിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് ഒരു പ്രൊവിൻസിൽ തന്നെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇല്ല. ചില പർട്ടിക്കുലർ പ്രൊവിൻസിൽ ചില ഫീൽഡായിരിക്കും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ളത്, ചില പ്രൊവിൻസിൽ വേറെ ഫീൽഡായിരിക്കും. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അത് കുറച്ചുകൂടി മെൻഷൻ ചെയ്യാൻ കാര്യമായിട്ട്. 9ായിട്ട് വരുന്നത് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതായത് ഒരു കമ്പനിയുടെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അനലൈസ് ചെയ്യുക, അതിന് ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുക, എത്രത്തോളമാണ് ലോസ് വരുന്നത്, പ്രോഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ജോബിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ $62,000 to $142,000 ആണ് വരുന്നത്. ഇനി 10ാമതാമത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റ് അസിസ്റ്റൻ്റ് ആണ്. അതായത് ഫാർമസിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ചെയ്യണത്. $40,000 to $16,000 ആണ് അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ സാലറി എന്ന് പറയുന്നത്. 11ാമത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ ആണ്. $39,000 to $114,000 ആണ് വരുന്നത്. അതായത് ഒരു കമ്പനിയോട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് സെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
പിന്നെ 12ാമത് വരുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോഫ്റ്റ്വെയർ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നോളജി ഗ്രോത്ത്, പിന്നെ പുതിയ പുതിയ ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഫീൽഡ് എങ്ങനെയാണ് അതായത് ഗ്രോത്ത് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ അണ്ടറിൽ വരുന്നത്. പുതിയ പുതിയ പ്രോഗ്രാംസ് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ $68,000 to $137. ഒരുപാട് ആൾക്കാർ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിൽ ഓൺ സൈറ്റിൽ ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ വലിയ വലിയ IT കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ ഓൺ സൈറ്റ് എടുത്തിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് കമ്പനി സ്വിച്ച് ആയിട്ടും അവർക്കെന്ന് പറഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ആണ്. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളുള്ളത് ആ ഒരു ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരും IRCCയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിന് ഓപ്പൺ വർക്ക് പെർമിറ്റിലേക്ക് ആകുന്നത്. അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് IRCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ഓപ്പൺ വർക്ക് പെർമിറ്റിലെ ആക്കിയാണ് വേറെ കമ്പനീസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ചിലപ്പോൾ ആ കമ്പനീസ് PR സപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ PR കിട്ടി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ $68,000 to $137,000 ആണ് വരുന്നത്. 13ാമത് വരുന്നത് ഇലക്ട്രീഷ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ട്രേഡാണ്. അപ്പോൾ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കാര്യം, അതായത് കമ്പനീസിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതായത് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മെയിൻ ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇലക്ട്രീഷ്യൻസ് എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ചില സർട്ടിഫിക്കേഷൻസ് ഒക്കെ ആവശ്യമുണ്ട് ഇലക്ട്രീഷ്യൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ നല്ല സാലറി പാക്കേജ് വേണം. $55,000 to $77,000 ആണ് വരുന്നത്. ഇൻസ്റ്റാളേഷൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഡവ് എഞ്ചിനീയേഴ്സ് ആണ്. സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ $66,000 to $131,000 ആണ് വരുന്നത്. ഡെവലപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ പ്രോഗ്രാംസ് പിന്നെ ആ കമ്പനീസ് ഗ്രോത്ത് സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അണ്ടറിൽ വരും. പിന്നെ 15ാമത് വരുന്നത് വെൽഡേഴ്സ് ആണ്. $40,000 to $74,000 ആണ് വരുന്നത്. വെൽഡേഴ്സ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് പല പ്രൊവിൻസിലും. പക്ഷെ അവർക്ക് കുറച്ച് സർട്ടിഫിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിവരും. ആണ് റാൻസ്റ്റാഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള 2024 ടോപ്പ് 15 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കാനഡ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇൻഡീഡ് ജോബ് ബാങ്ക് അങ്ങനെയുള്ള ഇവിടെ ഫേമസ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ അങ്ങനെയുള്ള കുറച്ച് ജോബ് പോർട്ടൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ് നാട്ടിൽ നിന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സസ് ഒക്കെ എടുക്കുക. കാരണം കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സ് എടുത്തിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. കാരണം പണ്ടത്തെ കൂട്ടുള്ള സിറ്റുവേഷനല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോഴ്സ് എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും ആ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. PR ചിലപ്പോൾ ആ ജോലിക്ക് സപ്പോർട്ട് ചെയ്യും, PR കിട്ടിയിട്ട് അങ്ങനെ പോകും. പക്ഷേ ഇനി മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രൊവിൻസിലും ടോപ്പ് ഡിമാൻഡിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ചിട്ട് ആ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അവർ ഹയർ ചെയ്തിട്ട് അവർക്ക് PGWP എക്സ്റ്റൻഷൻ കൊടുക്കുകയും PR ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടി കൊടുക്കുകയൊക്കെ ചെയ്യും എന്നാണ് ഗവൺമെൻറ് പറയപ്പെടുന്ന. റൂൾസ് ഒക്കെ കുറേ മാറിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണം അറിയണം എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ മെൻഷൻ ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.